ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തൊക്കെ സ്റ്റോക്കുകളാണോ പറഞ്ഞിട്ടുള്ളത് ആ സ്റ്റോക്കുകളെല്ലാം സൂപ്പർ ബുള്ളിഷ് പെർഫോമൻസിലോട്ട് കടന്നേക്കാണ്. പല സ്റ്റോക്കുകളും ഓരോ ദിവസം നല്ല നല്ല പെർസെൻറ്റേജ് 10%, 14% ഒക്കെ അപ്പായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു എനർജി തന്നൊരു ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ ഫേസുകളാണ്, ഓരോന്നും മാർക്കറ്റിൻ്റെ ഫേസുകളാണ്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത ടൈപ്പ് സ്റ്റോക്കുകൾ, PSU സ്റ്റോക്കുകളും റെയിൽവേ സ്റ്റോക്കുകളും ഒക്കെ തന്നെ പെർഫോം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ആ ഫേസ് അധികം നാൾ നീളത്തില്ല. ഇത് മാർക്കറ്റിൻ്റെ അത് ഇനി മൾട്ടി ബാഗ് റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യത്തില്ല എന്ന് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ആൾക്കാർ നമ്മളെ കേട്ടിട്ടില്ലായിരുന്നു. മാത്രമല്ല ഒരുപാട് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പം നോക്കുകയാണെങ്കിൽ ആ ഫേസ് മാറി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്ന ഒരു ഫേസിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ സ്റ്റിൽ ഹോൾഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നമ്മൾ ഫർദർ പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ പൊസിഷൻ സൈസ് ചെയ്യേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൂടെ ശ്രമിക്കാം. ഓക്കെ, എനിവേ മറ്റൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5-ാം തീയതി ആയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളിലൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിരുന്നു കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്ന പല കമൻറ്റുകൾക്കും എനിക്ക് ലൈവായിട്ട് റിപ്ലൈ തരാൻ പറ്റാതെയൊക്കെ ഇരുന്നത്. ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രം വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുന്ന കമൻറ്റുകൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും, പക്ഷേ കുറച്ച് ഡിലേ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എൻ്റെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ മാർക്കറ്റ് ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഡേയിൽ ഇങ്ങനെ ക്രാഷ് ചെയ്തിൻ്റെ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അന്നിട്ടിരുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ബുള്ളിഷാണ്. അതായത് ആര് ഗവൺമെൻറ് ആയിട്ട് വരുന്നു ഇല്ലയോ ഇതൊന്നും തന്നെ മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതെല്ലാം തന്നെ വളരെ ഷോർട്ട് ടൈമിൽ നടക്കുന്ന ഒരു ഫിനോമിനയാണ്. ഇത് എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് തിരിച്ച് മേലിലോട്ട് കയറി പോകുന്നതായിരിക്കും. നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ വന്നാലും പോയാലും ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ 2-3 ആഴ്ചത്തെ ഡൗൺ സൈഡ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇതെല്ലാം തന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ നമ്മളിവിടെ ബൈ സൈഡിലാണ് നിൽക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ വരെ തെറ്റിച്ചുകൊണ്ട് 2-3 ആഴ്ചയ്ക്കൊന്നും ഡൗൺ സൈഡ് പോയില്ല. ഒരു ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഷോർട്ട് കവറിങ് റാലി കണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വളരെ സ്റ്റേബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫ്രഷ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോalition ഗവൺമെൻറ്റാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര ആണ്ട് സസ്റ്റൈനബിൾ ആവണമെന്ന് നമുക്ക് ഇപ്പം തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് കുറച്ച് നാളെന്ന് പറയുന്നത് നെക്സ്റ്റ് 2-3 വീക്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ തന്നെയാണ് സ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ പൊസിഷൻസ് ബിൽഡ് ചെയ്യണം. അതല്ലാതെ ബ്ലൈൻഡായിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യരുത്. ഞാൻ കമൻറ്റിലൊക്കെ ചില കമൻറ്റുകൾ വായിക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും ഷോർട്ട് സൈഡിലാണ്. അവർ നെക്സ്റ്റ് എന്താ പറയുക ഡിസംബറിൽ ഒക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ അവർ ഷോർട്ട് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യൂസ് ഉള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. നിങ്ങൾ ഈ ഒരു മണ്ടത്തരം കാണിക്കരുത്. മാർക്കറ്റ് ഹൈലി ബുള്ളിഷാണ്. മാർക്കറ്റ് അതിൻ്റെ സൈക്കിൾ ടേൺ ആവുന്ന സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. US മാർക്കറ്റ് ആണെങ്കിൽ എപ്പോഴാണോ ടേൺ ആവുന്നത് അതിൻ്റെ ഒരു ആ വീക്കിൽ തന്നെ അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ആ ഡേയിൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെങ്കിൽ അതിൻ്റെ ഡേറ്റ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിനുള്ള ടൂൾസ് കാര്യങ്ങളൊന്നും അത്ര കണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കറക്റ്റ് ഡേയിലോ അല്ലെങ്കിൽ ആ വീക്കിലോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എന്തെങ്കിലും മേജർ ഇവൻറ്റ് കൊണ്ടിട്ടാണ് മാർക്കറ്റ് ടേൺ ആവുന്നതെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം ഏകദേശം ടൈം ഫ്രെയിം നമുക്കറിയാം. അവിടെ കൃത്യമായിട്ടുള്ള ഡേയോ വീക്കോ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളുടെ ടോപ്പ് കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു അൾട്ടിമേറ്റ് യൂഫോറിയ മാർക്കറ്റിനകത്ത് നിൽക്കാൻ നേരത്ത് നമുക്ക് ആ സെൻറ്റിമെൻറ്റ്സ് കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പേടിക്കേണ്ടി വരത്തില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളിപ്പോൾ ഷോർട്ട് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്ടർ റൊട്ടേഷൻ നടക്കുമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സെക്ടർ അല്ലെങ്കിൽ കഴിഞ്ഞൊരു എന്താ പറയുക ഫാൻസിയിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ മാറിയിട്ട് അടുത്ത ഫാൻസിയിലോട്ട് പുതിയ പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സെക്ടർ റൊട്ടേഷനാണ് മാർക്കറ്റ് അതൊരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് പല ഫേസസിലായിട്ട് നടക്കുന്നത്. നമ്മളിപ്പോഴും ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് സൈഡിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഇടിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഏത് സെക്ടറാണോ ഏത് തീമാണോ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നത് അതായിരിക്കും ആ ഒരു എന്താ പറയുക ബുൾ റണ്ണ് ലീഡ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എമർജിങ് തീം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മാർക്കറ്റ് റിവേഴ്സ് തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യം ഏത് സ്റ്റോക്കുകളാണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ FMCG സ്റ്റോക്കുകളാണ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോഗ് വഴിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ബിക്കാജി ഫുഡ്സ് ഫസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് പല ഈ ഒരു എന്താ പറയുക ഫുഡ് സെക്ടറിൽ വരുന്ന സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് ഡൗൺ ആയിരുന്ന ഡേയിൽ പോലും അവർ ഗ്രീനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളായിരുന്നു അടുത്ത ബുൾ റൺ ലീഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ സമയം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റൽ കാര്യങ്ങളിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ട്വിറ്റർ വഴിയിട്ടാണ് ഇതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ട്വിറ്റർ ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കുകളും ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ട്വിറ്റർ വഴിയിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നു, ഇന്ന സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്, ഇന്ന തീമാണ് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നതെന്നെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്റ്റോക്കുകളിലൊക്കെ പൊസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വളരെ വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ ഈ കുറച്ചധികം നാളോടെ ഇനി ഒരാഴ്ചയും കൂടെ മാക്സിമം ചിലപ്പോൾ ഈ പ്രീ റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്വിറ്റർ വഴിയിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ വീഡിയോയുടെ കീഴിൽ കമൻറ്റ് ഇട്ടാലും മതിയാവും. പക്ഷേ ഞാൻ റിപ്ലൈ തരുന്നതിന് കുറച്ചൊരു ഡിലേ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. മാത്രമല്ല നിങ്ങൾ ട്വിറ്ററിൽ വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൂടെ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേറ്റ് കട്ട് സൈക്കിളിൻ്റെ ഒരു ബിഗിനിങ് നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പോൾ US മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഹൈലി ബുള്ളിഷാണ്. US മാർക്കറ്റിൻ്റെ അകത്ത് ഒരു സൈഡ് വേസ് പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം US മാർക്കറ്റ് ബുള്ളിഷാണ്. കാനഡയിൽ റേറ്റ് കട്ടിൻ്റെ ഒരു സൈക്കിൾ സ്റ്റാർട്ടായിട്ടുണ്ട്. യൂറോപ്യൻ സൈഡിലാണെങ്കിൽ നേരത്തെ തന്നെ റേറ്റ് കട്ട് സൈക്കിൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി USൻ്റെ സൈഡിൽ നിന്നുള്ള റേറ്റ് കട്ട് സൈക്കിളൂടെ ബിഗിൻ ആയാൽ മതി. പക്ഷേ അത് മാർക്കറ്റ് ഉടനെ തന്നെ വരുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് US മാർക്കറ്റ് ബുള്ളിഷായിട്ട് പോവുകയാണ്. നമ്മളിപ്പം കുറച്ച് നാളായിട്ട് US നോക്കുകയായിരുന്നെങ്കിൽ റേറ്റ് കട്ട് ഡിലേ ആയി പോകുന്നതിനനുസരിച്ചിട്ട് കുറച്ച് സ്റ്റോക്കുകളൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഒന്ന് സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സ്റ്റോക്കുകളും ഇപ്പോൾ ബ്രേക്ക്ഔട്ടുകൾ തന്ന് മേലിലോട്ട് കയറിയിട്ടുണ്ട്. അതായത് വളരെ നല്ല ഏണിങ്സ് റിസൾട്ട് കൊണ്ടുവന്ന സ്റ്റോക്കുകൾ പോലും ആ ഏണിങ്സ് റിസൾട്ടിന് ശേഷവും സൈഡ് വേസോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ തന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സ്റ്റോക്കുകളൊക്കെ തിരിച്ച് ഓൾ ടൈം ഹൈ ഒരു 52 വീക്ക് ഹൈ നോക്കിയിട്ട് വരുന്നു തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഏകദേശം ഹൈ റോഡ് അടുത്താണ് നിൽക്കുന്നത്. പക്ഷേ US മാർക്കറ്റിൽ നോക്കാൻ നേരത്ത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊന്നും അത്ര കണ്ട് ലെവൽസിലോട്ട് വന്നിട്ടില്ല. അവിടെ ലാർജ് ക്യാപ് മെഗാ ക്യാപ് ടൈപ്പ് സ്റ്റോക്കുകളാണ് ഓൾ ടൈം ഹൈയിലോട്ട് നിന്നിരുന്നത്. ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ 52 വീക്ക് ഹൈ അടിച്ച് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു ബുൾ മാർക്കറ്റിൻ്റെ ആക്ച്വൽ ലാസ്റ്റ് ഫേസിലാണ് ഈ ഒരു ടൈപ്പ് സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്ത് തുടങ്ങുന്നത് ലാസ്റ്റ് ഒരു 1 ഇയർ ടൈം ഫ്രെയിമിലേക്ക്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോക്കുകളൊക്കെ തന്നെ അവിടെയും പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ. ഇനി നമ്മളിപ്പം പറഞ്ഞല്ലോ ഇതൊരു എന്താ പറയുക ഒരു സെക്ടറിൻ്റെ അടുത്ത ഒരു സെക്ടർ റൊട്ടേഷൻ നടന്ന് ഈ അടുത്ത സെക്ടറിൻ്റെ ഒരു ബിഗിനിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകൾ ഓൾറെഡി അത് ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്നില്ല, അത് 52 വീക്ക് ഹൈസ് ഹിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കുക ആ സ്റ്റോക്കുകൾ ഈ ഒരു ബുൾ റണ് ലീഡ് ചെയ്യത്തില്ല. ഓൾറെഡി ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളായിരിക്കും ഈ ഒരു ബുൾ റണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ എഴുതി വെച്ചേക്കുക, മനസ്സിൽ വെച്ചേക്കുക. ഇത് എല്ലാ സൈക്കിളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്. ഓരോ സെക്ടർ റൊട്ടേഷൻ വരാൻ നേരത്തും ആ സെക്ടറിൻ്റെ അകത്തെ എന്താ പറയുക ലീഡിങ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ആ ഏത് സെക്ടറാണോ മാർക്കറ്റ് ലീഡ് ചെയ്യാൻ പോകുന്നത് ആ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ആദ്യം ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് സെക്ടറിലുള്ള പല സ്റ്റോക്കുകളും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഡൗട്ടായിരിക്കും, ആ തുടക്കത്തിൽ നമുക്ക് ഭയങ്കര വലിയ ഡൗട്ടുകളായിരിക്കും, ഇത് ഈ സെക്ടർ ലീഡ് ചെയ്യാൻ പോവുകയാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും പാക്കേജ് അനൗൺസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പാക്കേജും അങ്ങനെ അനൗൺസ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര വലിയ കൺഫ്യൂഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ മാർക്കറ്റിൻ്റെ ഫ്ലോയിലൊത്തങ്ങ് പോയാൽ മാത്രം മതിയാവുമെന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്ന ഒരു കാര്യം. ഇപ്പോൾ FMCG സെക്ടറിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന മെയിൻ സ്റ്റോക്ക് ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു ഇലക്ഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു അസോസിയേറ്റഡ് ആൽക്കഹോൾ. ഇന്ന് നോക്കുകയാണെങ്കിൽ അത് 15% അടുപ്പിച്ചപ്പാണ്, 14.65% അപ്പാണ്. അതൊരു മേജർ ഒരു അക്യുമുലേഷൻ പാറ്റേണിൻ്റെ അകത്താണ് ആ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ആ സ്റ്റോക്ക് ഇന്ന് ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ കണക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള പല സ്റ്റോക്കുകൾ ഇപ്പം വെക്ടേഴ്സ് പറയുകയാണെങ്കിൽ 1 സെക്കൻഡ് വെക്ടർ ഫുഡ് ഇത് നമ്മൾ ട്വിറ്റർ വഴിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത സമയത്ത് ആ സ്റ്റോക്ക് ഇത് കണ്ടില്ലേ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് വളരെ സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോം ചെയ്ത് മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ സ്റ്റോക്കുകളൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ മേജർ വെൽത്ത് ക്രിയേഷൻ നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ
വളരെ വലിയ മൾട്ടി ബാഗർ റിട്ടേൺസുകൾ 10x 20x ടൈപ്പ് മൾട്ടി ബാഗർ റിട്ടേൺസുകൾ നടന്നിട്ടില്ല. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് IPO ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം 600 ലെവലിൽ IPO ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രൈമറി ബേസിൻ്റെ ക്രിയേഷനിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പ്രൈമറി ബേസിൻ്റെ ബ്രേക്ക് ഔട്ടാണ് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല സ്റ്റോക്കുകളും തേർഡ് ബേസ് വരെയാണ് മേജർ വെൽത്ത് ക്രിയേഷൻ നടത്തുന്നത്. തേർഡ് ബേസിന് ശേഷമാണ് അത് ടോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ തേർഡ് ബേസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത ടൈപ്പ് സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ടുകൾ തരുമ്പോഴത്തേക്കും അതാണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ടത്. ഇനി അതേ കണക്കിന് നെക്സ്റ്റ് സ്റ്റോക്ക് നമ്മൾ ട്വിറ്ററായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് ഈ സ്റ്റോക്ക് നമ്മൾ ബ്ലോഗിൽ ഈ ഒരു ബ്രേക്കൗട്ടൊക്കെ തരുന്നതിന് വളരെ കാലം മുമ്പേ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബിക്കാജി ഫുഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണിത്. ബിക്കാജി ഫുഡ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഇലക്ഷൻ റിസൾട്ടിന് മുന്നേ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇലക്ഷൻ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്ന് സ്റ്റോക്ക് ഒന്ന് സ്റ്റേബിൾ ആവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ആ സമയത്ത് വേണമെങ്കിൽ സെക്ടർ ടേൺ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട്. പക്ഷേ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിൽ ഒന്നായിട്ട് എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്കും വളരെ വലിയ വെൽത്ത് ക്രിയേഷൻ ഒന്നും തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രൈമറി ബേസിൻ്റെ ഒരു ബ്രേക്കൗട്ട് ആയിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാൻ പറ്റും. പ്രൈമറി ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഈ ഒരു റേഞ്ചിലാണ് നടന്നേക്കുന്നത്. പക്ഷേ അതിന് ശേഷം ഉടനെ തന്നെ ടോപ്പിൽ ഒരു ബേസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ബേസ് ഓൺ ടോപ്പ് ഓഫ് ദ ബേസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രേക്കൗട്ടാണ് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് കാണാൻ പറ്റിയിരിക്കുന്നത്. ഇതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ഓൾറെഡി ഹോൾഡിങ്ങിലാണെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക, ഒന്നും നോക്കണ്ട. ഇതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഇനി മേടിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഡിപ്സ് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഓരോ ദിവസം 5, 10, 15% ഒക്കെ അപ്പായിട്ടുള്ള സ്റ്റോക്കുകളാണ്. എന്നും ഇതേ കണക്കിൻ്റെ മേലിലോട്ട് കയറി പോകത്തില്ല. ഈ സ്റ്റോക്കിൻ്റെ അകത്ത് 10%, 15% കറക്ഷൻസ് വരുന്നതായിരിക്കും. ഇത് ഏതെങ്കിലുമൊക്കെ മൂവിങ് ആവറേജസിൽ സപ്പോർട്ട് എടുക്കുന്നതായിരിക്കും. ആ സമയത്ത് സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് നടത്തുക. അങ്ങനെയാണ് ഒരു വെൽ നോൺ ആയിട്ടുള്ള, വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് 15% അപ്പായിരിക്കുന്ന ദിവസം പോയിട്ടല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ടത്. ഇത് ഓർക്കുക, ഇത് പല ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. ഇത് ഏത് ദിവസമാണോ ഇത് 10% ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് സംഭവിച്ചു. പക്ഷേ എന്ന് കരുതിയിട്ട് ഇത് എല്ലാ ദിവസവും ഇതിൽ കയറി പൊക്കിക്കൊണ്ടൊന്നും ഇരിക്കത്തില്ല. ഈ സ്റ്റോക്കുകളുടെ അകത്ത് ഡിപ്സ് വരുന്നതായിരിക്കും. ആ സമയത്താണ് നമ്മൾ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് LT ഫുഡ്സ് ആണ്. ഇത് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഇന്ന് ബ്രേക്കൗട്ട് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ് കേട്ടോ. LT ഫുഡ്സ് നോക്കുകയാണെങ്കിൽ ഇതും സൂപ്പർ ബുള്ളിഷാണ്. ഈ സ്റ്റോക്ക് വളരെയധികം നാളായിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് ഉള്ളൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കോമ്പൗണ്ട് റിട്ടേൺസ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫ്ലെക്സ് ഫുഡ്സ് ആണ്. ഫ്ലെക്സ് മാർക്കറ്റ് ഡൗൺ ആയിരുന്ന ദിവസത്തിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ ഏറ്റവും കോമഡി ആയിട്ടുള്ളൊരു കാര്യം എന്തെന്നറിയാമോ? ഈ ഫ്ലെക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഒരാളൊരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഫ്ലെക്സിൽ പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കമൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വാറൻ ബഫറ്റിൻ്റെ കണക്ക് ലോങ് ടൈം ഇൻവെസ്റ്റർ ആവണമെന്നാണ് പറയുന്നത്. പക്ഷേ വൈകിട്ട് സ്റ്റോക്കിൻ്റെ പേര് കേൾക്കുന്നു, പിറ്റേ ദിവസം രാവിലെ പൊസിഷൻ എടുക്കുന്നു, ഉച്ചയ്ക്ക് ഒന്ന് ചോദിക്കുകയാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണോ വേണ്ടതെന്ന്. ദയവേത് ഇങ്ങനത്തെ കമൻറ്റുകളൊന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ലോങ് ടൈം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ബേസിക് എന്താ പറയുക, അതിൻ്റെ ഒരു ബേസിക് നോളജിൽ, അതിൻ്റെ ഒരു ബേസിക് കോമൺ സെൻസ് ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് തന്നെ വളരെയധികം ഇത് തോന്നി. കാരണം ലോങ് ടൈമിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് പറഞ്ഞു വൈകിട്ട് സ്റ്റോക്കിൻ്റെ പേര് കേൾക്കുന്നു, രാവിലെ പൊസിഷൻ ബിൽഡ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഒന്ന് ചോദിക്കുന്നു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാമോ വേണ്ടതെന്ന്. പിന്നെ എന്തിനാണ് സ്റ്റോക്ക് മേടിച്ചത്? സ്റ്റോക്കിന് വെൽത്ത് ക്രിയേഷൻ നടത്താൻ വേണ്ടി ടൈം കൊടുക്കുക കേട്ടോ. അത് കണക്ക് ഈ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 150 മേലിലോട്ട് ക്ലോസിംഗ് കിട്ടാത്ത ഈ സ്റ്റോക്ക് ബുള്ളിഷ് അല്ല. സ്റ്റോക്കിൻ്റെ അകത്ത് ഇതൊരു അക്കമുലേഷൻ പാറ്റേണിലാണ് നിൽക്കുന്നത്. നമ്മുടെ പല പിക്കുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ഏർലി സ്റ്റേജിലായിരിക്കും നമ്മൾ കൂടുതലും എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. നമ്മുടെ കോർ എന്ന് പറയുന്നത് തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ലോവർ ലെവൽസിൽ മാർക്കറ്റിൻ്റെ ഒരു രീതിയിലുള്ള ഫാൻസിയിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ സ്റ്റോക്കിൻ്റെ അകത്ത് വാല്യുവേഷൻസും പാറ്റേൺ വൈസും പ്രൈസ് വൈസും ഒക്കെ തന്നെ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഏറ്റവും ഫേവറബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പൊസിഷൻ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊരു 6 മാസം പെർഫോം ചെയ്തില്ലെന്ന് വരും. ആ 6 മാസം നമുക്ക് അതിൻ്റെ ഹോൾഡ് ചെയ്യാനുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ആ 6 മാസം യൂട്യൂബിൽ ഇതുപോലുള്ള പബ്ലിക്കായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നേരത്തെ ആൾക്കാരുടെ തെറി ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള പല സ്റ്റോക്കുകളും പെർഫോം ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഇത് പെർഫോം ചെയ്തില്ല, നീ ഒരു സ്റ്റോക്ക് പറഞ്ഞ് കാണിക്കട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ കഴിഞ്ഞിട്ട് 4 ദിവസമായിട്ട് ഇതുപോലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി? ഇവരൊക്കെ മാർക്കറ്റിൻ്റെ അകത്ത് പതുക്കെ ഔട്ടായി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലെക്സ് ഫുഡ് പോലുള്ള സ്റ്റോക്കുകൾ ഇതൊരു അക്യുമുലേഷൻ പാറ്റേണിലാണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത് 150 മേലോട്ട് വരാതെ ബുള്ളിഷ് അല്ല. കറണ്ട് ലെവലിൽ ബൈ ചെയ്യുന്നെങ്കിൽ ഒരു വർഷം പോലും ഇത് സ്റ്റോക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക. അത് ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത്, ഈ ഒരു ഫേസിൻ്റെ അകത്ത് തന്നെ അത് പെർഫോം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. ഇത് ഇമ്മീഡിയറ്റ് റിട്ടേൺസ് കിട്ടുന്ന ടൈപ്പ് സ്റ്റോക്കുകളല്ല, ഇത് വാല്യൂ പിക്കുകളാണ്. ഇനി അതേ കണക്കിന് നെക്സ്റ്റ് നമ്മുടെ റേറ്റ് കട്ട് സൈക്കിൾ ബിഗിൻ ആയിട്ടുണ്ട്. റേറ്റ് കട്ട് സൈക്കിൾ ഇപ്പോൾ യുഎസിൻ്റെ അകത്ത് വന്നിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും സൂൺ ആയിട്ട് നമുക്ക് വരുമെന്ന് തന്നെ കണക്കാക്കാം. അപ്പോൾ ആ റേറ്റ് കട്ട് സൈക്കിൾ ബിഗിൻ ആകുന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഏറ്റവും വലിയ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ ആയിട്ട് നമ്മൾ ഇതിന് മുമ്പ് ബാങ്കുകളെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഇക്വിറ്റാസ് ആണ്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഓക്കെ, 1 സെക്കൻഡ്.
ഇപ്പോൾ ഇക്വിറ്റാസ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റാസിൻ്റെ അകത്ത് ഒരു കോമ്പൗണ്ടിങ് ടൈപ്പ് റിട്ടേൺസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പൊസിഷൻസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ബുള്ളിഷായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പാറ്റേണിൽ ബ്രേക്കൗട്ട് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ സ്റ്റോക്ക് ബുള്ളിഷാണ്. ഇനി അതേ കണക്ക് തന്നെ നമുക്ക് ഈ അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെ അകത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു SRG ഹൗസിംഗ് ഫിനാൻസ്. SRG ഹൗസിംഗ് ഫിനാൻസ് നമ്മുടെ ട്വിറ്റർ വഴിയിട്ട് ഒരു 200 രൂപ ലെവലിലൊക്കെ നിന്നപ്പോഴത്തേക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. അതിൻ്റെ സ്റ്റോക്ക് ഇപ്പം നോക്കുക, സ്റ്റോക്ക് 300 ലെവലിൽ ഓൾമോസ്റ്റ് ഒരു 50% റിട്ടേൺസ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. 50% റിട്ടേൺസ് തന്നതിന് ശേഷമാണ് സ്റ്റോക്കിൻ്റെ ലോങ് ടൈം പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഒരു ബ്യൂട്ടി ആലോചിച്ച് നോക്കുക. സ്റ്റോക്കിൽ നിങ്ങൾ ഏർലി എൻട്രി എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് സ്റ്റോക്ക് അതിൻ്റെ മേജർ മൊമെൻറ്റത്തിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പൊസിഷൻ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി തന്നെ നമ്മൾ വലിയൊരു റിട്ടേൺസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കിനകത്ത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്രമാത്രം ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിനാരിയോയിലാണ് നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ സംസാരിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നിങ്ങൾ ഓൾറെഡി ഹോൾഡിങ്ങിനാണെങ്കിൽ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റോക്കിൻ്റെ പാറ്റേൺ വേസ് ഇപ്പം കണ്ടിട്ടില്ല, ഇത് വളരെയധികം ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. താഴോട്ട് മേലിലോട്ടൊക്കെ ഒരുപാട് സ്വിങ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്വിങ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പതുക്കെ സ്റ്റാഗർഡ് ആയിട്ടുള്ള പൊസിഷൻസ് സ്റ്റിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അതിൻ്റെ ഈ ഒരു കമ്പനിയുടെ കോൺട്രോൾ കാര്യങ്ങളൊക്കെ കൂടെ കേട്ട് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇത് വളരെയധികം ചെറിയൊരു കമ്പനിയാണ്, മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺട്രോൾ കാര്യങ്ങൾ കേട്ടിട്ട് മാത്രം പൊസിഷൻസ് വേണമെന്നുള്ളവർ ബിൽഡ് ചെയ്താൽ മതിയാണ്. ഇനി അതേ കണക്ക് തന്നെ നമ്മൾ ബയോളോജിക്സ് എന്ന് പറയുന്ന തീമിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു എമർജിങ് തീമായിട്ട് വരാനുള്ള പോസിബിലിറ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിനൊക്കെ മുമ്പായിട്ട് തന്നെ നമ്മൾ ഫാർമ സെക്ടറിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ ചാനലിലൊന്ന് കണ്ടുവെക്കാൻ കൂടെ ശ്രമിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കാരണം പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർ ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റോക്കിൻ്റെ പേരുകൾ മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള തീം എന്താണ് ഇതിനെയൊക്കെ ബാക്ക് ചെയ്യുന്ന ഫിലോസഫീസും തിയറീസും അതറിഞ്ഞാൽ മാത്രമേ ഈ സ്റ്റോക്കുകൾ നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആ ബയോളജിക്സ് എന്ന് പറയുന്ന തീമിൻ്റെ അകത്ത് നമ്മൾ സംസാരിച്ചപ്പോഴും അതേ കണക്കിന് ഫാർമ സെക്ടർ എന്ന് പറയുന്ന സ്റ്റോക്കിനെ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കൊക്കെ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓൾറെഡി മൾട്ടിബാഗർ റിട്ടേൺസ് തന്ന അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൻ്റെ അകത്ത് ബുൾ റൺസ് ലീഡ് ചെയ്തിട്ടുള്ള സെക്ടറുകൾ പിന്നീട് ഒരു ബുൾ റണ്ണിനകത്തോട്ട് പോകത്തില്ല. അപ്പോൾ ഫാർമ സെക്ടറിൻ്റെ അകത്ത് പല സബ് സെക്ടേഴ്സും ഉണ്ട്. ചില സബ് സെക്ടേഴ്സൊക്കെ ഓൾറെഡി ബുൾ റൺസ് കഴിഞ്ഞതാണ്. അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് വെൽത്ത് ക്രിയേഷൻ്റെ പോസിബിലിറ്റി ഇനി അധികം ഇല്ല എന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബയോളജിക്സ് എന്ന് പറഞ്ഞ സെക്ടറിൻ്റെ അകത്ത് ഇനിയും നമുക്ക് പോസിബിലിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ സെക്ടറിൻ്റെ അകത്ത് നമ്മൾ US-ൻ്റെ അകത്ത് നടക്കുന്ന ഡ്രഗ് ഷോർട്ടേജിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഒരുപാട് ശേഷം, ഒരു മാസത്തിന് ശേഷം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു മെമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് US-ൻ്റെ അകത്ത് വരുന്ന ഡ്രഗ് ഷോർട്ടേജിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ കാര്യങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രഗ് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് US-ൻ്റെ അകത്ത്. അപ്പോൾ അതിനെ ഫേവർ ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകളും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു പ്ലേ ആയിട്ട് നമ്മൾ റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു സ്റ്റോക്കാണ് ജുബിലൻ ഫാർമോവ എന്ന് പറയുന്ന സ്റ്റോക്ക്. 1 സെക്കൻഡ്, ജുബിലൻ ഫാർമോവ. ഓക്കെ, ജുബിലൻ ഫാർമോവ നോക്കുകയാണെങ്കിൽ ഇന്ന് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട് സ്റ്റോക്ക്. നിങ്ങൾ ഓൾറെഡി ഹോൾഡിങ്ങിലാണെങ്കിൽ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക ഈ സ്റ്റോക്ക്. അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അഡീഷൻസ് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ലെവൽസിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഇനി അതേ കണക്ക് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് ഡൊമസ്റ്റിക് പ്ലേ, ഫാർമ സെക്ടറിൻ്റെ അകത്തുള്ള ഡൊമസ്റ്റിക് പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു എറിസ് ലൈഫ് സയൻസ്. എറിസ് നമ്മൾ സജസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 950 മേലിലോട്ട് ക്ലോസിംഗ് കിട്ടിയാൽ മാത്രം, അതിൻ്റെ മേലിലോട്ട് ബ്രേക്കൗട്ട് വന്നാൽ മാത്രം പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ പറയുന്നതിനാണ് വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കുക. ബ്രേക്കൗട്ട് വരുമ്പോഴത്തേക്കും എൻട്രി എടുത്താൽ മതി. ആൻഡ് ആ സ്റ്റോക്ക് ഇന്നലെ നമുക്ക് ആ ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നിങ്ങളുടെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ. ഇതൊക്കെ ലോങ് ടൈം സ്റ്റോറിയാണ്. ഇതൊക്കെ ഒരു നമ്മൾ ആ സ്റ്റോക്ക് സംസാരിച്ച സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 25% നമുക്ക് CAGR ഉറപ്പായിട്ടും മാർക്കറ്റിൻ്റെ അകത്ത് തരാൻ കഴിവുള്ള ടൈപ്പ് സ്റ്റോക്കുകളാണ്. ഒരു ഡബിളർ ഓപ്പർച്യൂണിറ്റി കണ്ണുടച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളിലൊന്നാണ് നെക്സ്റ്റ് ഒരു 3 ഇയറിൻ്റെ അകത്ത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ അകത്തൊക്കെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. ഇനി അതേ കണക്ക് തന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കായിട്ടുള്ള SMC ഗ്ലോബൽ. നമുക്കറിയാം ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത്, ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ പ്ലേ, പല ടൈപ്പിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്ലിക്കൽ പ്ലേസ് ട്രിഗർ ചെയ്യുന്ന ഒരു മാർക്കറ്റ് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തും നമുക്ക് ബ്രോക്കേഴ്സ് അതല്ലെങ്കിൽ മറ്റ് ഡെപ്പോസിറ്ററീസ് ഇതിൻ്റെ അകത്തൊക്കെ തന്നെ നമുക്ക് നല്ലൊരു അപ്സ്വിങ് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ SMC ഗ്ലോബലാണ്. SMC ഗ്ലോബൽ നോക്കുക, ഓൾറെഡി തന്നെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 65-70% അടുപ്പിച്ച് റിട്ടേൺസ് തന്നിട്ടുണ്ട് സ്റ്റോക്ക്. നിങ്ങൾ ഓൾറെഡി ഹോൾഡിങ്ങിലാണെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ. സ്റ്റാഗേർഡ് ആയിട്ടുള്ള അഡീഷൻസ് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അകത്തും നടത്താവുന്നതാണ്. സ്റ്റോക്ക് ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സ്റ്റോക്ക് അഗൈൻ ഫ്രഷ് ഓൾ ടൈം ഹൈ ഇന്ന് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ,
ജസ്റ്റ് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതിയാണ്. ഇനി രണ്ട് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ സ്റ്റോക്കുകളുടെ അകത്ത് നിങ്ങൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യണോ ഞാൻ പറയത്തില്ല. ഇത് വളരെയധികം റിസ്ക്കി ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. രണ്ട് സ്റ്റോക്കുകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ WTI ക്യാബ്. ഇത് രണ്ടും റിസ്ക്കി ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്താ പറയുക SME പ്ലെയറാണ്. രണ്ടും SME പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്കൊരു 10 എന്താ പറയുക അറ്റ്ലീസ്റ്റ് ഒരു 25 ലക്ഷത്തിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാർ മാത്രം ഇങ്ങനെ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് നമ്മൾ SME പ്ലെയർ അധികം സംസാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെയധികം ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും. അതൊക്കെ തന്നെ വളരെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ മീനിങ് ഫുൾ ആയിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ പോലും ഈ സ്റ്റോക്കുകളൊക്കെ വളരെ താഴോട്ട് വരെയുള്ള പോസിബിലിറ്റി എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യത്തില്ല. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഓൺ റിസ്കിൽ എടുക്കേണ്ട സ്റ്റോക്കുകളാണ്. SME ടൈപ്പ് പ്ലേയിലോട്ട് നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ ഓൺ റിസ്കിൽ എടുക്കേണ്ട സ്റ്റോക്കുകളാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഫ്യൂച്ചറിലോട്ട് തരുന്നതും ആയിരിക്കത്തില്ല. സ്റ്റോക്കിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറയുന്നത് 260 മേലോട്ടുള്ള ക്ലോസിംഗ് റേഞ്ചാണ് സ്റ്റോക്കിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ. ഇതിൻ്റെ ഫണ്ടമെന്റ്സ് കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അധികം നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു ഗ്ലാൻസിന് ഇങ്ങനെ സ്ക്രീനർ തുറന്ന് നോക്കിയിട്ടുള്ളതേ ഉള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പാറ്റേൺ ആണ്. ഈ പാറ്റേൺ കണ്ടിട്ടാണ് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് എനിക്കൊരു കൺവിക്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ 260 മേലോട്ടൊരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്നുള്ള രീതിയിൽ മാത്രം ഈ സ്റ്റോക്ക് കണ്ടാൽ മതി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ് സ്റ്റീലാണ്. ഓക്കെ, 1 സെക്കൻഡ്. ട്രാൻസിയൽ സീറ്റിംഗ്. ഈ സ്റ്റോക്ക് 80 മേലിലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്ക് പൊസിഷൻസ് പതുക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങിയാൽ മതിയാവും. ഇതും SME പ്ലേ ആണ്, ഹൈലി റിസ്ക്കിയാണ്. ഞാൻ അപ്ഡേറ്റ് തരുന്നതായിരിക്കത്തില്ല. ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ റിസ്ക്കി ആയിട്ടുള്ള പ്ലേകളാണ്. ഇതിൻ്റെ ഈ ഒരു റിസ്ക് ഞാൻ എടുക്കത്തില്ല. പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് എറിസിൻ്റെ അകത്തോ അല്ലെങ്കിൽ ബിക്കാജിക്കകത്തോ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ആ റിസ്ക് ഞാൻ എടുക്കുന്നതായിരിക്കും. ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. ആ സ്റ്റോക്കിൻ്റെ അകത്ത് എക്സിറ്റ് ചെയ്യേണ്ട ടൈമായി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതുപോലുള്ള സ്റ്റോക്കിൻ്റെ അകത്ത് ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ അകത്ത് SME പ്ലേക്കകത്ത് ടെക്നിക്കൽസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഫണ്ടമെന്റ്സ് 6 മാസം കൂടുമ്പോഴായിരിക്കും ഏണിങ്സ് വരുന്നത്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നാൽ പോലും അത് ചിലപ്പോൾ പുറത്താരും അറിയണമെന്നില്ല. അപ്പം ഈ റിസ്ക് ഞാൻ എടുക്കത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ രണ്ട് സ്റ്റോക്കുകൾ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒന്ന് ട്രാൻസ് സ്റ്റീലും, രണ്ട് WTI ക്യാബ് എന്ന് പറയുന്ന സ്റ്റോക്കും. പാറ്റേൺ വൈസ് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിട്ടൊക്കെ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് വാല്യൂഷൻ വൈസ് ഫേവറബിൾ ആയിട്ട് തോന്നുന്നു. ഒരു 80 മേലോട്ട് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പല സ്റ്റോക്കുകൾ, ഇപ്പോൾ മഹേന്ദ്ര ലോജിസ്റ്റിക്സ് പോലുള്ള സ്റ്റോക്കുകൾ ഓൾറെഡി ഹോൾഡിങ്ങിലാണെങ്കിൽ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30% ക്യാപിറ്റൽ മാത്രം 450 എബോവ് സ്റ്റോക്ക് വന്നപ്പോഴത്തേക്ക് ഇൻഫ്യൂസ് ചെയ്താൽ മതിയാകും. ബാക്കി നമ്മൾ 500 550 മേലോട്ടാണ് പറഞ്ഞിരുന്നത്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിവേ നമ്മൾ 30% മാത്രമേ ഇപ്പോൾ ഇൻഫ്യൂഷനിലുള്ളൂ. സ്റ്റോക്ക് ഓൾറെഡി ഹോൾഡിങ്ങിലാണെങ്കിൽ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിസംബർ ക്വാർട്ടറൊക്കെ വരാതെ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് വലിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആവത്തില്ല കമ്പനി. അപ്പോഴത്തെ അതുവരെ നമുക്ക് പെർഫോമൻസ് കാര്യങ്ങളും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 30% അലൊക്കേഷനേ ഉള്ളൂ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്താൽ മതിയാകും കേട്ടോ. അത് നിങ്ങൾ കയ്യിൽ മൊത്തത്തിൽ 500 രൂപയുണ്ട്, അതിൽ 100 രൂപയാണ് ഒരു സ്റ്റോക്കിലിടാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 30% ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 30 രൂപ മാത്രമേ ഈ സ്റ്റോക്കിൻ്റെ അകത്തുള്ളൂ. പോർട്ട്ഫോളിയോയുടെ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ സ്റ്റോക്കിൻ്റെ അകത്തുള്ളൂ. ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ബാക്കി നമുക്ക് 550 മേളിനോട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്ക് അടുത്ത 30% നമ്മൾ ഇൻഫ്യൂസ് ചെയ്താൽ മതിയാവും. ഇനി അതേ കണക്ക് തന്നെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ശങ്കര ബിൽഡിംഗ് ആണ്. ശങ്കര ബിൽഡിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേ ആണ്. സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേ അതിൻ്റെ അകത്തൊരു ഡീമർജർ ഉണ്ട്. അപ്പോൾ ആ ഡീമർജർ വന്നാൽ മാത്രമേ സ്റ്റോക്ക് ബുള്ളിഷ് ആവത്തുള്ളൂ. ആ ഡീമർജർ വരെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം അതിൻ്റെ അകത്ത് പൊസിഷൻസ് ഏർലി ബിൽഡ് ചെയ്താൽ മതിയോ. അല്ലാത്ത ആൾക്കാർ ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് തരുമ്പോൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി എന്നൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, ആ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് HPAL അതേ കണക്ക് തന്നെ നമ്മുടെ ആൻ്റണി വേസ്റ്റ് മാനേജ്മെൻറ്റുമാണ്. ഓക്കെ, HPAL നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു പാറ്റേൺ ക്രിയേഷൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ പൊസിഷൻ സൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഔട്ടിലെടുത്തു, താഴോട്ട് വന്നപ്പോഴത്തേക്കും പൊസിഷൻ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റോക്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയാൻ പറ്റത്തില്ല സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഒരു ബേസ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ നേരത്ത്. എനിവേ 90 താഴോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ട്. 90 താഴോട്ട് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഉള്ള ഈ ഒരു ബുൾ റൺ ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വളരെ കുറവാണ്. കാരണം സ്റ്റോക്കിൻ്റെ അകത്ത് ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇല്ല. ബാക്കി പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെ പോസിറ്റീവ് മൊമെൻറ്റത്തിൽ നിൽക്കുന്ന ടൈപ്പ് സ്റ്റോക്കുകളാണ്. അല്ലെങ്കിൽ അതിൻ്റെ തിയറി പ്രകാരമെങ്കിലും ആ സ്റ്റോക്കുകൾ അതിലെങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ആ രീതിയിൽ ബിഹേവ് ചെയ്ത് വരുന്നുണ്ട്. ഈ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ തിയറി പ്രകാരം ഈ സ്റ്റോക്ക് ബിഹേവ് ചെയ്യേണ്ട രീതിയിലോട്ട് ഈ സ്റ്റോക്ക് ഇനിയും എത്തിയിട്ടില്ലെന്ന് തന്നെ ഞാൻ പേഴ്സണലി കണക്കാക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു എന്താ പറയുക, നമ്മുടെ
50 ഡേ മൂവിങ് ആവറേജ് 200 ഡേ മൂവിങ് ആവറേജിന് ക്രോസ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമാണ്. ഒന്നീ സ്റ്റോക്ക് ഒരു ലോങ് ടേം സൈഡ് വേസിലോട്ടുള്ള പോസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇനി അല്ല ബ്രേക്ക് ഡൗൺ വരാനുള്ള ചാൻസ് നമ്മൾ തള്ളിക്കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 90 താഴോട്ട് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ ബെറ്റർ എക്സിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ആണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്, സ്റ്റോക്കുകളല്ല. നമ്മളൊരു സ്റ്റോക്ക് പറഞ്ഞാൽ അതിന് മാത്രം നമ്മൾ കഴിഞ്ഞ അടുത്തൊരു 10 വർഷത്തേക്ക് കണ്ണുടച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് വെൽത്ത് ക്രിയേഷൻ നടക്കണമെന്ന് ഒരു രീതിയിലുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ HDFC വളരെ നല്ല സ്റ്റോക്കാണ്. കഴിഞ്ഞ 5 വർഷത്തെ എത്രയാണ് റിട്ടേൺസ് എന്ന് നോക്കുക. അതല്ലെങ്കിൽ ITC വളരെ നല്ല സ്റ്റോക്കാണ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ സ്റ്റോക്ക് എത്ര % റിട്ടേൺസ് തന്നിട്ടുണ്ട്, FDനെക്കാട്ടി കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ സ്റ്റോക്കുകളല്ല, നമുക്ക് പോർട്ട്ഫോളിയോ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ITCയിലാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാ നല്ല കമ്പനികളും എല്ലാ സമയത്തും നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളല്ല. അപ്പം ഈ കമ്പനി നമ്മുടെ വാച്ച് ലിസ്റ്റ് വെച്ചേക്കുക. പക്ഷേ പതുക്കെ ഇത് ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ഇതൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് എനിക്ക് കൃത്യമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. വീഡിയോസ് മീൻസ് ഞാൻ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും ഇടുന്നത്, എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്തല്ലേ ഇടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത കുറച്ച് നാളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറയുന്നത്. ഇപ്പോൾ SBIയിൽ പതുക്കെ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്ത് വരിക, സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ഓൾറെഡി ബ്രേക്ക് ഔട്ട് എടുക്കുന്നത് ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകളോട് പതുക്കെ അതിൻ്റെ അകത്ത് സ്റ്റാഗേർഡ് എഡിഷൻസ്, അത് ഡിപ്പിലോട്ട് വരാൻ നേരത്ത് നിങ്ങൾ സ്റ്റാഗേർഡ് എഡിഷൻസ് നടത്തി പോകുക കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ആൻ്റണി വേസ്റ്റ് ആണ്. അവിടെയും HP അഡ്വൈസേഴ്സിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വീക്ക്നെസ് ആണ് ഇവിടെയും ബിൽഡ് ചെയ്ത് വരുന്നത്. ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് നമ്മൾ ബ്രേക്ക് ഔട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്രേക്ക് ഡൗൺ വന്നപ്പോഴത്തേക്ക് നമ്മൾ പൊസിഷൻ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പൊസിഷൻ സൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇത് കൃത്യമായിട്ട് ചെയ്ത ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഒരു സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നില്ല, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, ആ സമയത്ത് നമ്മൾ പൊസിഷൻ സൈസ് ചെയ്തു പോവുകയാണെങ്കിൽ, അതായത് ഓൾറെഡി നമ്മളൊരു 100 രൂപയുടെ സ്റ്റോക്ക് മേടിച്ചു, ആ സ്റ്റോക്ക് ബ്രേക്ക് ഡൗൺ, അതിൻ്റെ പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടിയില്ല, പക്ഷേ ബ്രേക്ക് ഔട്ട് ഫെയിൽ ആവുകയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പതുക്കെ പൊസിഷൻ സൈസ് ചെയ്യുന്നു. ഓൾറെഡി 100 രൂപയുടെ സ്റ്റോക്ക് മേടിച്ചെങ്കിൽ അതിൽ 50 രൂപയുടെ സ്റ്റോക്ക് അപ്പോഴേ വിറ്റ് കളയുന്നു. എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ വിറ്റ് കളയുന്നു. അങ്ങനെ വിറ്റ് കളയുന്നത് വഴിയിട്ട് ആ ബാക്കി ഹോൾഡ് ചെയ്യുന്ന 50 രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്ന ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് വളരെ മിനിമൈസ് ചെയ്യും. മിച്ചം വരുന്ന ആ ഒരു 50 രൂപ നമ്മൾ വേറെ ഏതെങ്കിലും നല്ല സ്റ്റോക്ക്, അപ് ട്രെൻഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകളിലോട്ട് നമ്മൾ റീഅലോക്കേറ്റ് ചെയ്യുന്ന വഴിയിട്ട് സ്റ്റോക്ക് നമുക്ക് കൂടുതൽ പെർഫോമൻസ് തരുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ്. അതായത് നമുക്ക് 3 സ്റ്റോക്കുകൾ നമ്മൾ മെയിനായിട്ട് സംസാരിച്ചിട്ടുള്ള 3 സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ഒന്ന് SMC ഗ്ലോബൽ, 2 ആൻ്റണി വേസ്റ്റ്, 3 HPL. ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഈ ഒരു വർഷത്തിൻ്റെ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള 3 സ്റ്റോക്ക്. 3 സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ 2 സൈഡ് വേസ് ആയിരുന്നു, 1 മാത്രമായിരുന്നു കൃത്യമായിട്ടുള്ള അപ് ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൃത്യമായിട്ട് ബാക്കിയുള്ള 2 സ്റ്റോക്കുകളും 3 സ്റ്റോക്കുകളും ബ്രേക്ക് ഔട്ടിൽ എടുക്കുന്നു, 2 താഴോട്ട് വന്നപ്പോഴത്തേക്കും പൊസിഷൻ സൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൊസിഷൻ സൈസ് ചെയ്ത എമൗണ്ട് പെർഫോം ചെയ്യുന്ന SMCയിലോട്ട് ഇട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിട്ടേൺസ് എന്ന് പറയുന്നത് 30% അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടി 40% എബോവ് നിൽക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. ഓക്കെ, നിങ്ങളത് പൊസിഷൻ സൈസ് ചെയ്യുന്നതിനനുസരിച്ച്, പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഇതുവരെ ലൈവ് ആക്കിയിട്ടില്ല. ഉടനെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഈ ഒരു വീക്കിൽ തന്നെ പറ്റുമെങ്കിൽ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആൻ്റണി വേസ്റ്റ് എന്ന സ്റ്റോക്കിൻ്റെ ഒരു ക്ലിയർ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്നത് 400 ലെവൽസിലാണ്. അതിലോട്ട് ഇതുവരെ സ്റ്റോക്ക് എത്തിയിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും വീക്ക്നെസ് കണ്ടുകൊണ്ട് ഓൾറെഡി ഇതൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ടാർസൺ, കലാമിന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ബ്രേക്ക് ഔട്ടുകളായി എന്ന് അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല. അതൊന്നും തന്നെ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. വാച്ച് ലിസ്റ്റ് വെച്ചേക്കാം. നമ്മൾ പേഴ്സ് വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് ബ്രേക്ക് ഔട്ട് ആയപ്പോൾ എൻട്രി എടുത്തതുപോലെ, അല്ലെങ്കിൽ ബിക്കാജി ഫുഡ്സ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് ബ്രേക്ക് ഔട്ട് ആയപ്പോൾ എൻട്രി എടുത്തതുപോലെ ഈ സ്റ്റോക്കുകൾ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് തരുമ്പോഴത്തേക്കും മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് എൻട്രി പറയത്തുള്ളൂ. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ PSU സ്റ്റോക്കുകളും റെയിൽവേ സ്റ്റോക്കുകളും ഒന്നും തന്നെ ആവറേജ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയും അടുത്ത BJP ഗവൺമെൻറ് വരും, അല്ലെങ്കിൽ ഇന്ന ആൾ വരും, ഇന്നത് സംഭവിക്കും, ഇന്നതുപോലെയൊക്കെ നടക്കും എന്നൊക്കെ ഒരുപാട് കഥകൾ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിരിക്കും. അതിലൊന്നും വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നായിരിക്കും പ്രീവിയസ് ഫാൻസിയിലുണ്ടായിരുന്ന സ്റ്റോക്കുകളെ നമ്മൾ ആവറേജ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ദയവ് ചെയ്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതേ കണക്ക് തന്നെ നിഫ്റ്റി ബുള്ളിഷാണ്. നമുക്ക് റിസ്ക് റേഷ്യോ ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം നമ്മൾ ആഡിങ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയാൽ മതിയാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു അവതാർ, നമ്മുടെ വീഡിയോയിൽ വരുന്ന ഈ ഒരു അവതാർ പല ആൾക്കാർക്കും ഇഷ്ടമില്ല എന്ന് അവരുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ദയവേദ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ഞാൻ വാച്ച് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ഈ അവതാർ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവതാർ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കിത് വയ്ക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മൂവിങ് എലമെൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വച്ചേക്കുന്നത്. ഇത് ഉള്ളതുകൊണ്ട് എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അനങ്ങുന്നതിനനുസരിച്ച് ഇത്
ഇരുന്ന് അനങ്ങുന്നതാണ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ. വേറെ എനിക്ക് വേറെ എന്താ പറയുക, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സാധനം വയ്ക്കണോ വേണ്ടതെന്ന് എനിക്ക് വേറെ ഒപ്പീനിയൻ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. അതേ കണക്കിന് ട്വിറ്റർ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡേ ടൈമിൽ, മാർക്കറ്റ് ടൈമിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ ട്വിറ്റർ വഴിയിട്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെയാണ്. വെബ്സൈറ്റ് അറിയാം, കുറച്ച് നാളായിട്ട് അത് ആക്സസിലില്ലായിരുന്നു. ഇപ്പോൾ അത് ആക്സസിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് പുതിയ വെബ്സൈറ്റായിട്ട് മാറിയിട്ടില്ല. ഞാൻ ഈ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഒരു വർക്ക് പെൻഡിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ പുതിയ വെബ്സൈറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി US സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ US സ്റ്റോക്കുകളിൽ US മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എവിടെയാണോ സ്റ്റേജ് 2 അപ് ട്രെൻഡ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്, ഏത് സ്റ്റോക്കുകളാണോ ബുള്ളിഷ് ആയിട്ട് കാണാവുന്ന ആ സ്റ്റോക്കുകളിൽ നിങ്ങൾ അഡിഷൻസ് നടത്തുക കേട്ടോ. അല്ലാതെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ അഡിഷൻസ് നടത്തരുത്. നമുക്ക് സ്റ്റോക്കുകളല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റിനകത്ത് നിൽക്കുമ്പോൾ മാർക്കറ്റ് സൈക്കിളും സെക്ടറുമാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ടൈപ്പ് സ്റ്റോക്കുകൾ റാലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ സ്റ്റേജ് 2 അപ് ട്രെൻഡ് കയറുന്ന സ്റ്റോക്കുകൾ ഏതായാലും നിങ്ങൾക്ക് അഡിഷൻസ് നടത്താം. ആ സ്റ്റോക്കുകൾ എന്താ പറയുക, അവിടെ ഒന്നും തന്നെ വളരെ ഫാൻസിയിലോട്ട് കാര്യങ്ങളിലോട്ടൊന്നും തന്നെ എത്തിയിട്ടില്ല. ഈ സ്റ്റോക്കുകളിൽ പല ആൾക്കാർ ഇപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന പല സ്റ്റോക്കുകളുണ്ടായിരിക്കും. ഇതൊക്കെ ഷോർട്ട് ടേം റിട്ടേൺസ് തരുന്ന ടൈപ്പ് സ്റ്റോക്കുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഫാൻസിയിൽ എത്താത്തിടത്തോളം കാലം നമുക്ക് ആ സ്റ്റോക്കുകളിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. പക്ഷേ ഫാൻസിയിൽ എത്തിയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ NVIDIA പോലുള്ള സ്റ്റോക്കുകൾ ഓൾറെഡി എന്താ പറയുക 10x 20x ഒക്കെ റിട്ടേൺസ് തന്ന ടൈപ്പ് സ്റ്റോക്കുകൾ, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇനി പോയിട്ട് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യാതിരിക്കുക. താഴത്തേന്ന് കയറി വരുന്ന സ്റ്റേജ് 2 കയറി വരുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ചധികം വാച്ച് ലിസ്റ്റ് പോലെ ഇങ്ങനെ സ്റ്റോക്കുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്നത് കുറച്ചധികം ഇൻഡെക്സ് കാര്യങ്ങളൊക്കെയാണ്, മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ താഴോട്ട് കാണുന്നത് എൻ്റെ എപ്പോഴും US മാർക്കറ്റിലുള്ള പൊസിഷൻസ് ആണ് കേട്ടോ. US മാർക്കറ്റിൽ ഞാൻ ലോങ് സൈഡിലാണെങ്കിലും ട്രേഡ് സൈഡിലാണെങ്കിലും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് പൊസിഷൻസ് ആണ് എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും ഈ ഒരു ഇൻഡെക്സിന് ശേഷമായിട്ട് വരുന്ന ഈ 2-3 സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ US-ൻ്റെ അകത്തുള്ള പൊസിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കിയാലും മനസ്സിലാവാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു അവതാർ വന്നതിന് ശേഷം ചെറിയൊരു ബ്ലോക്കേജ് ആ ഒരു പർട്ടിക്കുലർ വ്യൂവിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ US-ൻ്റെ അകത്തുള്ള പൊസിഷൻസ് ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയണമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാർക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കരിയറിൻ്റെ അകത്ത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുവഴി നമുക്ക് ഉടനെ തന്നെ വലിയൊരു വെൽത്ത് ക്രിയേഷൻ നമ്മുടെ നെക്സ്റ്റ് മാർക്കറ്റ് സൈക്കിളിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എനിവേ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.